അങ്ങനത്തെ ഞങ്ങളുടെ 2026 മകരച്ചൊവ്വയും കഴിഞ്ഞു കേട്ടോ. ഇനി ഒരു കൊല്ലം കാത്തിരിക്കണം കേട്ടോ അടുത്ത പൂരത്തിനായിട്ട്. നമ്മുടെ അവിടെ 2 ദിവസമാണ് കേട്ടോ പൂരം, ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും. ബുധനാഴ്ച പുലർച്ചെ പൂരമാണ് കേട്ടോ. ഞാനിപ്പോൾ അമ്മോട് ഭക്ഷണം കഴിച്ചിരിക്കുമ്പോൾ പറയായിരുന്നു കേട്ടോ, ഇന്നലെ നമ്മൾ ഈ നേരത്തെ എന്തിട്ടൊക്കെ ചെയ്യണ്ടായിരുന്നു. കാരണം പൂരത്തിൻ്റെ ഓരോ തിരക്കുകാരനെ ഇന്നിപ്പോൾ പൂരം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. നമ്മളിതേ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴാട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങാം. കാരണം വെയിലൊക്കെ ഇത്തിരി മാറിയിട്ടാട്ടോ നമ്മൾ അധികം പോവുള്ളൂ. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴും പൂരം തുടങ്ങിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. എന്നാൽ ആനകൾ ചിലതൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു ആന വരുന്നുണ്ടായിരുന്നു. പിന്നെ പൂരപ്പറമ്പിൽ എത്തിയപ്പോൾ ഒരു ആന കയറണുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞങ്ങൾ പിന്നെ അവിടെയുള്ള കാർണിവൽ നടക്കണോടിക്കാണ് കേട്ടോ പോയത്. പിന്നെ അവിടുത്തെ കടകളിലൊക്കെ കയറിയിട്ട് നേരെ പൂരപ്പറമ്പിലേക്കാട്ടോ വന്നത്. പിന്നെ നമ്മൾ തിരിച്ചെത്തിയപ്പോഴേക്കും ഒരു ഇതെല്ലാം ആനകൾ എത്തിയിട്ടാ. പിന്നെ ഞാൻ അവിടെ കണ്ടതാട്ടെ ഈ ഹൈഡ്രജൻ ബലൂൺ. നല്ല രസമുള്ള പൂച്ചക്കുട്ടീനെ ആനേനെ കാണാൻ. എനിക്ക് ഒന്ന് പുതിയതായിട്ട് വന്നതാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പൂരം കഴിയണിട്ട് മുന്നേ അവിടെ നിന്ന് ഇറങ്ങിയിട്ട, കാരണം എല്ലാം നല്ല തിരക്കാവും. പിന്നെ ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ട ഒരു ഗസ്റ്റാണ് കേട്ടോ, മന്ത്രി കെ രാജൻ. അമ്മ ഏട്ട പെട്ടെന്ന് കാണിച്ചു തന്നു. അമ്മ പറഞ്ഞ് 2 സെക്കൻഡ് ആകുമ്പോഴേക്കും ആള് ഞങ്ങളുടെ അവിടേക്ക് എത്തി. എന്നിട്ട് ഞങ്ങളോട് ചോദിച്ച് പൂരം കാണാൻ പോയില്ലേ. പിന്നെ ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചവിടെ നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ ചോദിച്ചു ഐസ്ക്രീം കഴിക്കുകയാണോന്ന്. എന്തോ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാട്ടോ നടന്നത്. ഞാൻ എടുക്കണ്ടമ്മ അതെ ഇപ്പം കേട്ടത് എനിക്കുള്ള ചീത്തയുണ്ട്. വേറെ ഒന്നല്ല, എൻ്റെ അടുത്ത് ഇറങ്ങുമ്പോഴേ പറഞ്ഞതാണ് ഹീൽ ഇടണ്ടാന്ന്. മാത്രമല്ല ഷീജേച്ചും പറഞ്ഞ് ഹീൽ ഇടണ്ട, കാരണം നമ്മുടെ അവിടെ നിന്ന് കുറച്ചധികം നടക്കാണ്ടേ. അതിനുള്ള ചീത്തയാണ് എനിക്ക് കേട്ടത്. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് നേരെ പോയത് ഞങ്ങളുടെ അവിടെ ശിങ്കാരിമേളവും ബാൻഡ് സെറ്റൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അത് കാണാനായിട്ട് ഞങ്ങൾ പോയത്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരാൾ ഉച്ചയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. ആളെ ഞാൻ പിന്നെ ഇവിടെ വെച്ചിട്ടാണ് കണ്ടത്. വേറെ ആരുമില്ല, എൻ്റെ ചേട്ടനെ കേട്ടോ. പിന്നെ അച്ഛൻ്റെ വീടിൻ്റെ അവിടത്തെയും പൂരാണ് കേട്ടോ. അപ്പം അച്ഛൻ അങ്ങോട്ട് പോയേക്കാണ്. പിന്നെ നമ്മളതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് കണ്ടോ പോയത്. കാരണം അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു.